കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരുങ്ങുക നികേഷ്. സുഭാഷും സുധീഷും അച്ഛനുമെല്ലാം അത് നോക്കി നിൽപ്പാ. നികേഷ് നിധിയോടായി പറയുക, എഴുതി ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം, എല്ലാവരെയും നന്നായി ഓടിച്ചു കാണിച്ചു കൊടുക്കണം, ഒരു പേടിയും വേണ്ട, ക്യാഷ്വലായി പോയാൽ മതി, ആ ഗേറ്റ് വരെ പോയി തിരികെ വരണം. സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നികേഷ് പുറകിലിരിക്കുമ്പോഴേക്കും നിധിയും സ്റ്റാർട്ട് ചെയ്ത് നികേഷിനെയും കൊണ്ട് ഗേറ്റ് വരെ പോയി തിരിച്ചു വരുന്നുണ്ട്. ആകാംക്ഷയോടെ സുഭാഷ് ഏട്ടനും ടെൻഷനോടെ സുധീഷും ആ കാഴ്ച നോക്കി നിൽപ്പാ. ടെൻഷനോടെ അത് നോക്കി നിൽക്കുന്ന സുധീഷിനെ അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ തിരികെ എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും കൈയടിച്ചുകൊണ്ട്, മോളെ സൂപ്പർ, നന്നായി ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് കേൾക്കെ ഭാസ്കരനും ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അച്ഛന്റെ നോട്ടം കണ്ട് സുധീഷും എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നത്തിങ് എന്ന് പറഞ്ഞ് നിധിയെ നോക്കിയിരിക്കുക അച്ഛനും. പിന്നീട് നികേഷ് നിധിയോട് തനിയെ ഓടിച്ചു പോവാനായി പറയുന്നുണ്ട്. തനിച്ചോടിച്ചു പോവാൻ തനിക്ക് പേടിയാണെന്ന് നിധി പറയേ. പേടിയൊന്നും വേണ്ട, കോൺഫിഡൻസോടെ പോവണം, പതിയെ ഓടിച്ചു പോയാൽ മതിയെന്ന് അവൻ സപ്പോർട്ട് ചെയ്യേ. ധൈര്യമായി പൊയ്ക്കോ മോളെ എന്ന് സുഭാഷ് ഏട്ടനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ പതിയെ വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും വഴിയിൽ വണ്ടി നിൽക്കുകയാ. അങ്ങനെ തന്നെ മുന്നോട്ടൊടുക്ക് എടത്തിയെന്ന് നികേഷ് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നിധി പേടിയോടെ അവനെ തിരിഞ്ഞു നോക്കുന്നത് കണ്ട്, എടത്തി ഞാൻ അങ്ങോട്ട് വരണോ എന്ന് നികേഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും, നീ പോണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് പോവുകയാ. അവൻ നിധിയോടായി, നിധി അങ്ങനെയല്ല, ബോഡി സ്റ്റഡിയായി വെച്ച് സ്ട്രൈറ്റ് ആയി പോണമെന്ന് സുധീഷ് പറയേ. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോ, ഞാൻ പതിയെ ഓടിച്ച് പഠിച്ചോളാം, സുധീഷ് പോ എന്ന് നിധി പറയേ. സുധീഷ് ടെൻഷനോടെ നടന്നു നീങ്ങുകയാ. അവര് തന്നെ ശ്രദ്ധിച്ചു നിൽപ്പാ സുഭാഷും നികേഷും ഭാസ്കരനുമെല്ലാം. സുധീഷ് ടെൻഷനോടെ തിരികെ എത്തുമ്പോഴേക്കും ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. നിധി വീണ്ടും വണ്ടി ഓടിച്ച് ഗേറ്റിനരികിലേക്ക് എത്തുമ്പോഴേക്കും ഹരീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കണ്ട് നിധിയും പേടിയോടെ വണ്ടി പെട്ടെന്ന് നിർത്തുകയാ. അതുകണ്ട് പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാൻ നികേഷും ഹരീഷും സുഭാഷും അച്ഛനുമെല്ലാം. ഹരീഷും നിധിയോട് സോറി പറഞ്ഞ് വണ്ടി നന്നായി ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറയെ ആശ്വാസത്തോടെ ദൈവമെന്ന് വിളിക്കുക സുധീഷും. എടുത്തി വണ്ടി എടുത്തോ, ഞാൻ പുറകെ വന്നോളാമെന്ന് ഹരീഷ് പറയേ. നിധി വണ്ടി തിരിച്ച് വീട്ടിലേക്ക് ഓടിച്ചു പോവുകയാ. പുറകെ ഹരീഷും. അവൾ വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേക്കും എടത്തി സൂപ്പർ എന്ന് നികേഷ് പറയുന്നുണ്ട്. ഹരീഷ് ഏട്ടനേക്കാളും വേഗത്തിലാണല്ലോ എടത്തി ഓടിച്ചത് എന്ന് നികേഷ് പറയേ. ഹരീഷും സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. നന്നായി വണ്ടി ഓടിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ആട്ടമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളണമെന്ന്. അത് കേൾക്കെ നിധിയും ടെൻഷനോടെ പറയുക, വണ്ടി എടുക്കുന്നതിന് മുന്നേ എല്ലാം ഓർമ്മയിലുണ്ടാവും, വണ്ടി എടുത്താൽ എല്ലാം മറന്നു പോകുമെന്ന്. ഓടിച്ചോടിച്ച് റെഡി ആയിക്കോളുമെന്ന് സുഭാഷ് ഏട്ടനും ആശ്വസിപ്പിക്കുകയാ. അറിയാം സുഭാഷ് ഏട്ടാ, എന്നാലും എനിക്ക് പേടിയാണെന്ന് നിധിയും. ഏടത്തി ആദ്യത്തേനേക്കാളും നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്ന് നികേഷും സപ്പോർട്ട് ചെയ്യുകയാണ്. അത് കേൾക്കെ നിധി സന്തോഷത്തോടെ അവനെ താങ്ക് യു പറയുമ്പോഴേക്കും സുധീഷും പരിഭവത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയല്ലേ ഞാനും പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാവരും പറയുന്നത് ക്ഷമയോടെ കേട്ടു നിൽക്കും, ഞാൻ പറയുമ്പോൾ മാത്രം ദേഷ്യം കാണിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചവൻ നിൽക്കെ, ഒരു റൗണ്ട് കൂടി പോയിട്ട് വാ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഇനിയും ഒരു റൗണ്ട് പോവാനോ, അത് വേണോ എന്ന് നീ ടെൻഷനോടെ ചോദിക്കേ. എടത്തി പോയിട്ട് വാ എന്ന് നികേഷും പറയുന്നുണ്ട്. ഹരീഷും പറയുകയാ, പോ എടത്തി, സ്ട്രൈറ്റ് ആയിരുന്നു കോൺഫിഡൻ്റ് ആയി ഓടിക്കേ എന്ന് പറയേ. അവൾ അത് സമ്മതിച്ചേ. കുറച്ചുകൂടി ബെറ്ററായി വണ്ടി ഓടിച്ച് ഗേറ്റിനരികിൽ എത്തുമ്പോഴേക്കും ചാന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട് നിധി വണ്ടി നിർത്തുമ്പോഴേക്കും ചാന്ദിനിയും അവളോട് ഹായ് പറയുകയാ. നിധിയും അവൾക്ക് ഹായ് പറഞ്ഞേ വീട്ടിലേക്ക് വരുമെന്ന് ക്ഷണിച്ച് വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും ചാന്ദിനിയും അവളുടെ പുറകെ ചെല്ലുകയാ. അവളെ കാണെ സുഭാഷ് ചിരിയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും നികേഷും ഭാസ്കരനുമെല്ലാം ആകാംക്ഷയോടെ നോക്കിയിരിപ്പാ. നിധി വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും സൂപ്പർ ഏടത്തി, നന്നായി ഓടിച്ചെന്ന് നികേഷ് അഭിനന്ദിക്കുന്നുണ്ട്. വാ ചാന്ദിനി, നന്നായിരിക്കുന്നോ എന്ന് സുഭാഷ് ചോദിക്കേ. മെയിൻ ടേക്ക് ഹോം എന്ന് ചാന്ദിനിയും. സുഭാഷ് അപ്പോഴേക്കും ഹരീഷിനും നികേഷിനും ചാന്ദിനിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ അവിനാശിന്റെ അനിയത്തിയ, പേര് ചാന്ദിനി എന്നവൻ പരിചയപ്പെടുത്തുമ്പോഴേക്കും ചാന്ദിനിയും അവർക്ക് നമസ്തേ പറയുകയാ. സുഭാഷ് അവരെ രണ്ടുപേരെയും തന്റെ അനിയന്മാരാണെന്ന് പറഞ്ഞ് ചാന്ദിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചാന്ദിനി എന്താ ഇവിടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അവിനാശ് ഭയ്യ മേം ബോല ആപ്കെ ഘർ യഹി പാസ് ഹൈ, ഇസ്ലിയേ മേം ഭയ്യ കോ ബോല മുझे യഹാൻ ചോട് ദേ ദിയേ എന്നവൾ പറയുന്നത് കേൾക്കെ ഒന്നും മനസ്സിലാവാതെ വാപ്പൊളിച്ച് നിൽപ്പാ സുഭാഷും നികേഷും ഹരീഷുമെല്ലാം. എന്താ സുഭാഷ് ഏട്ടാ പറഞ്ഞതെന്ന് നികേഷ് ചോദിക്കേ. സുധീഷ് അങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നുമില്ലടാ നികേഷേ, അവിനാശിന്റെ കൂടെ ഇതുവഴി ബൈക്കിൽ വന്നതായിരുന്നു. സുഭാഷ് ഏട്ടന്റെ വീട് ഇവിടെ അടുത്താണെന്ന് അവിനാശ് പറഞ്ഞപ്പോ തന്നെ ഇവിടെ വിടാനും പോകുമ്പോ കൂട്ടിയിട്ട് പോയാൽ മതി എന്നോ പറഞ്ഞത് എന്ന് സുധീഷ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാ. അത് കേൾക്കെ സുധീഷ് ഏട്ടന് ഹിന്ദി അറിയാമോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്.
ചോട്ട ചോട്ട മാലുണ്ടാ എന്ന് സുധീഷ് പറയേ എന്ന് വെച്ചാ എന്ന് നികേഷും. കുറച്ച് ഹിന്ദിയൊക്കെ അറിയാമെന്ന് ഹിന്ദി പറഞ്ഞതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ച് ഉമ്മറത്തെ കട്ടിലിരിപ്പ ഭാസ്കരനും. സുഭാഷ് അവളെ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും എല്ലാവരും ചാന്ദിനിയെയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാ. അവൾ തളത്തിലെത്തുമ്പോഴേക്കും സുഭാഷ് അവൾക്ക് ഇരിക്കാനായി ചെയർ ഇട്ട് കൊടുക്കുക. അവൾ അതിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുധീഷിനെ സുഭാഷ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവനെ അറിയില്ലേ, എന്റെ ഫസ്റ്റ് ബ്രദർ സുധീഷ് അന്ന് പരിചയപ്പെട്ടില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. സുഭാഷ് ഏട്ടാ, എന്നെ എങ്ങനെ അറിയാതിരിക്കാനാ, നമ്മളന്ന് മീറ്റ് കർത്താഹേ എന്ന് സുധീഷും അവളോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വരികയാ. സുഭാഷ് അച്ഛനെയും ചാന്ദിനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഹമാരാ ഫാദർ എന്നവൻ പറയേ. നമസ്തേ എന്ന് പറഞ്ഞ് കാൽ തൊട്ട് വന്നിക്കുകയാ ചാന്ദിനിയും. നന്നായിരിക്കട്ടെ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അച്ഛാ, ഇത് ചാന്ദിനി, അവിനാശിന്റെ അനിയത്തിയാ എന്ന് സുഭാഷ് ചാന്ദിനിയെയും അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നന്നായിരിക്കുന്ന മോളെ എന്ന് അച്ഛൻ ചോദിക്കേ. അവൾക്ക് മലയാളം അറിയില്ല, ഹിന്ദി മാത്രമേ അറിയൂ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഓ, നമ്മുടെ ലാംഗ്വേജ് ആണോ എന്ന് സന്തോഷത്തോടെ ചോദിച്ച് ചാന്ദിനിയുമായി ഓരോ കാര്യങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽപ്പ അച്ഛനും. അവരുടെ സംസാരം കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽപ്പ സുഭാഷും നിധിയുമെല്ലാം. ഭാസ്കരൻ ചാന്ദിനിയോടായി പറയുന്നുണ്ട്, ഐ നോ 7 ലാംഗ്വേജസ്, തമിഴ്, ഇംഗ്ലീഷ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വന്ന് മതി ഓവറാക്കല്ലേ, അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഫ്രീ ആയി വിട്ടേക്ക് എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പേരും പ്രശസ്തിയും പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ലല്ലേ എന്ന് സുധീഷിനോടായി ചോദിച്ച് ഹം ബാഹർ മേ ബാത് കരേംഗെ ടീക്ക് ഹേ എന്ന് ചാന്ദിനിയോടായി പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. അപ്പോഴേക്കും നിധി ചാന്ദിനിക്ക് കുടിക്കാനായി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതുകണ്ട് സുധീഷും സംസാരിച്ചുകൊണ്ട് നിന്നതിനിടയിൽ വെള്ളം കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. ചാന്ദിനി വീടാകെ ഒന്ന് നോക്കിക്കൊണ്ട് ഗർ ബഹുത് അച്ചാ ഹേ എന്ന് പറയേ. കാര്യം മനസ്സിലാവാതെ നിൽപ്പ സുഭാഷും നികേഷും ഹരീഷുമെല്ലാം. അതൊന്നുമില്ല, വീട് വളരെ നന്നായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞതെന്ന് സുധീഷ് പറയേ. ഈ വീടാണോ നല്ല വീടെന്ന് പറഞ്ഞതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. കേട്ടോ സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട് നല്ലതാണെന്ന് പറയുന്ന ആദ്യത്തെ ആളാ ഇതെന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേട്ടൊന്നും മനസ്സിലാവാതെ ക്യാ എന്ന് ചാന്ദിനിയും ചോദിക്കുകയാണ്. സുഭാഷും പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഇത് ചോട്ട ഗർ, ഇത് നിങ്ങൾക്ക് അച്ചാഹേന്ന് പറയുന്നു എന്ന് സുഭാഷും. അത് കേൾക്കെ ചാന്ദിനിയും പറയുന്നുണ്ട്, മേരെ ഗാവ് മേം സാരേ ഗർ ഏസെ ഹോതാ ഹേന്ന്. സംശയത്തോടെ ഇരിക്കുന്ന നികേഷിനും കൂട്ടർക്കും സുധീഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവരുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറിയ വീടുകളാണുള്ളതെന്ന്. അങ്ങനെ സുധീഷും ചാന്ദിനിയും ഹിന്ദിയിൽ ഓരോന്നും സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി നിൽപ്പുണ്ട്. അവൾക്ക് കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കാമെന്നും കഴിച്ചിട്ട് പോയാൽ മതിയെന്നും സുഭാഷ് ഏട്ടൻ പറയേ. അവളത് സമ്മതിച്ച് ടീക്ക് ഹേ എന്ന് പറയുകയാ. സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഹെൽപ്പ് ചെയ്യാനായി നിധിയും പുറകെ പോകുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. അവനത് എടുത്തുകൊണ്ട് 2 മിനിറ്റ് മേ ആത്താഹും എന്ന് പറഞ്ഞ് നടന്നു നീങ്ങി അച്ഛ ബോലോ ജി സോൽ രഹേ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഹിന്ദി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ സുധീഷേട്ടൻ എന്ന് പറഞ്ഞ് ഹരീഷും നികേഷിന്റെ കൂടെ ഇരിക്കുകയാണ്. നികേഷ് ചാന്ദിനിയോടായി അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് എന്ത് ചോദിക്കണമെന്നറിയാതെ ചാന്ദിനിക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുകയാ. പിന്നീട് ഉമ്മറത്തിരിക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചുകൊണ്ട്, ആ പുറത്തിരിക്കുന്ന ആളില്ലേ വില്ലൻ, അതാണ് ഫാദർ, അച്ഛൻ എന്ന് നികേഷ് പരിചയപ്പെടുത്തുകയാ. അച്ഛൻ എന്ന് പറഞ്ഞ് നിധി, അച്ഛ കൈസേ ഹോ, ഹൗ ആർ യു അപ്പ എന്നൊക്കെ അവൾ പറയുന്നത് കേൾക്കെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് മലയാളത്തിൽ ചോദിക്കണോ എന്ന് നികേഷും. അതെ എന്ന് അവൾ പറയേ. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അച്ഛാ നീ ഒരു വിളക്കെണ്ണയാണ് എന്ന് നികേഷ് പറഞ്ഞു കൊടുക്കുകയാ. പറഞ്ഞ് എന്ന് നികേഷ് പറയേ. അച്ഛാ നീ ഒരു വിളക്കെണ്ണ എന്ന് ചാന്ദിനിയും പറയുക. ഹരീഷും അവനെ തടഞ്ഞ് എന്തൊക്കെയാടാ നീ പറഞ്ഞു കൊടുക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കുക ഹരീഷേട്ടാ, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്ന് നികേഷ് പറയേ. എന്താ കാര്യമെന്ന് ചാന്ദിനിയും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ഇയാൾ പറഞ്ഞേ എന്ന് നികേഷ് പറയേ. അച്ഛാ നീ ഒരു വിളക്കെണ്ണ എന്ന് ചാന്ദിനി വീണ്ടും പറയുകയാണ്. അവളത് ഫ്ലുവൻ്റായി പറയുമ്പോഴേക്കും സൂപ്പർ, എത്ര വേഗമാ പഠിച്ചെടുത്തത്, എത്ര പെട്ടെന്നാ പഠിച്ചെടുത്തതെന്ന് നോക്കിക്കേ ഹരീഷേട്ടാ എന്ന് നികേഷ് പറയേ. എന്താടാ നീ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കുക ഹരീഷേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും ചാന്ദിനിയോടത് പറയാനായി പറയുകയാണ്. അച്ഛാ നീ ഒരു വിളക്കെണ്ണ എന്നവൾ പറയുമ്പോഴേക്കും സൂപ്പർ, ഇനി ഇത് അവരോട് പോയി ചോദിക്കണോ എന്ന് നികേഷ് ചോദിക്കേ. വേണമെന്ന് അവളും പറയുന്നുണ്ട്. ജാവോ എന്ന് നികേഷ് പറയേ. ചാന്ദിനിയും അച്ഛൻ്റെ അരികിലേക്ക് എഴുന്നേറ്റ് പോവുകയാ. ആകെ പരിഭ്രമത്തോടെ ഹരീഷും ഇതാണോ അച്ഛനോട് ചോദിക്കാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. വാ ഹരീഷേട്ടാ പോയി നോക്കാം, ഒരു സൂപ്പർ സീനാണ്, നടക്കെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടുപോയി. മുൻവശത്തെ ഡോറിനു പുറകിൽ മറഞ്ഞു നിൽപ്പാ നികേഷും ഹരീഷും. അവിടെ റേഡിയോയിലെ പാട്ടിനൊപ്പം പാട്ടും പാടിക്കൊണ്ടിരിപ്പാ ഭാസ്കരൻ. തന്റെ അരികിലേക്ക് വന്ന ചാന്ദിനിയെ കണ്ട് ക്യാ ഹുവാ എന്നച്ഛൻ ചോദിക്കേ. അച്ഛാ നീ ഒരു വിളക്കെണ്ണ എന്നവളും. ഒരു ഞെട്ടലോടെ ഭാസ്കരൻ അവളെ നോക്കുമ്പോഴേക്കും അത് കണ്ട് പൊട്ടിച്ചിരിക്കുക നികേഷും ഹരീഷും. എടാ പാവമെടാ എന്ന് ഹരീഷ് പറയേ. ചുമ്മാതിരിക്കുക ഹരീഷേട്ടാ, ഇതൊക്കെ ഒരു കോമഡിയല്ലേ എന്ന് നികേഷും. ചാന്ദിനി വീണ്ടും അച്ഛാ നീ ഒരു വിളക്കെണ്ണയാ എന്ന് ചോദിക്കേ.
ആരോടാ നീ ഇങ്ങനെ ചോദിക്കുന്നത്? നിനക്കിങ്ങനെ മലയാളം അറിയാമോ? എന്താ നീ പറയുന്നതെന്ന് നിനക്കറിയാമോ? ആരെയാ നീ വിളക്കെണ്ണ എന്ന് വിളിക്കുന്നത്? എന്നോടാണോ അങ്ങനെ ചോദിച്ചത്? ഓൾ ഇന്ത്യ പെർമിറ്റ് ഭാസ്കരൻ. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നൊക്കെ അച്ഛന്റെ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക സുഭാഷും നിധിയുമല്ല. അച്ഛൻ വീണ്ടും ചാന്ദിനിയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സുഭാഷും എന്താ കാര്യമെന്ന് ഹരീഷിനോടും നികേഷിനോടും ചോദിക്കുന്നുണ്ട്. ഹരീഷും സുഭാഷ് ചേട്ടനോടായി പറയുകയാ, മലയാളത്തിൽ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്നതിന് നികേഷ് പഠിപ്പിച്ചു കൊടുത്തതാ. അച്ഛാ, നീ ഒരു വിളക്കെണ്ണയാണെന്ന്. അത് കേൾക്കെ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് വെറുതെ ഇരുന്നൂടെടാ, പാവം ചാന്ദിനി എന്ന്. ചാന്ദിനി വീണ്ടും ഭാസ്കരനോടായി, അച്ഛാ നീയൊരു വിളക്കെണ്ണയാ എന്ന് പറയേ, എന്താ നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാ നിനക്ക് പറഞ്ഞു തന്നെയെന്ന് ഭാസ്കരൻ ചോദിക്കേ പൊട്ടിച്ചിരിക്കുക നിധിയും കൂട്ടരും. വീണ്ടും ചാന്ദിനി, അച്ഛാ നീയൊരു വിളക്കെണ്ണയാ എന്ന് പറയേ കൈകുപ്പി ഭാസ്കരൻ പറയുന്നുണ്ട്, മതി മോളെ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോയേക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അതുകൊണ്ട് ചിരിയോടെ നിൽക്കുകയാ നിധിയും കൂട്ടരും. പിന്നീട് നിധിയെ റോഡിൽ കൊണ്ടുപോയി സ്കൂട്ടി പഠിപ്പിക്കാൻ ഒരുങ്ങുകയാ നികേഷ്. പേടിയോടെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് എന്തു പറ്റി ഏട്ടത്തിയെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എത്ര വണ്ടികളാ പോകുന്നത്? എങ്ങനെ ഇതിനിടയിലൂടെ ഓടിക്കുമെന്ന് നിധി പേടിയോടെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല ഏടത്തി, ഏടത്തി ഓടിക്കെന്ന് പറഞ്ഞ് പതിയെ ആക്സിലറേറ്റർ കൊടുത്ത് ഓടിപ്പിക്കുകയാണ് നികേഷ്. അപ്പോഴാണ് ഹരീഷും തന്റെ ബാക്കിൽ അങ്ങോട്ടെത്തുന്നത്. എന്താ നികേഷേ, വണ്ടി പഠിക്കുന്നതൊക്കെ എവിടം വരെ എത്തിയെന്ന് നികേഷ് ചോദിക്കേ. ഒരു 30% ഒക്കെ പഠിച്ചു. വണ്ടി ഓടിക്കുന്നത് ഈസി പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്ര എളുപ്പമല്ല. ഗ്രൗണ്ടിൽ നന്നായി ഓടിച്ചതാ. എതിര് വരുന്ന വണ്ടികളെല്ലാം എന്നെ ഇടിക്കാൻ വരുന്ന പോലെ എന്നവൾ പറയാൻ നികേഷും പറയുന്നുണ്ട്. എന്ന് വെച്ച് റോഡിൽ ഓടിക്കാതെ എപ്പോഴും ഗ്രൗണ്ടിൽ മാത്രം ഓടിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട്, ഏടത്തി ഓടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. ഓടിക്കുമ്പോ ഇങ്ങനെ ആട്ടി ഓടിക്കാതെ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തു വന്നാലും ഏടത്തി ഷെയ്ക്ക് ആവാൻ പാടില്ല. ഏടത്തി ഷെയ്ക്കായ വണ്ടി കൂടി ആടിപ്പോവും. ആദ്യം നേരെ ഒന്നിരുന്നേ, നിവർന്നിരുന്ന് സ്ട്രെയിറ്റ് ആയി ഓടിക്കേ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നാൽ ഫുൾ കോൺഫിഡൻസും വരും. എന്നവ പറയുന്നത് കേൾക്കെ നിധിയും സ്ട്രെയിറ്റ് ആയി നിവർന്നിരുന്ന് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. സൂപ്പർ, ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്നുമില്ല, എടുത്ത് റോഡിലേക്കല്ലേ പോണത്. എതിരെ പല വണ്ടികളും വരും, അത് അവർ നോക്കിക്കോ. കാരണം എന്താ, അവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് ഹരീഷ് പറയാൻ നികേഷും പറയുന്നുണ്ട്. അതേ ഇടത്തി, അവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, നമുക്കാണ് വണ്ടി ഓടിക്കാൻ അറിയാത്തതെന്ന്. ചിലപ്പോ അവർക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിലോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കേ. ഞങ്ങൾ ഇടത്തിയുടെ കൂടെയില്ലേ, ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഹരീഷും അവൾക്ക് ധൈര്യം പകരുകയാ. ഇപ്പൊ ഇവിടെ നിന്ന് അവിടെ വരെ ഒന്ന് പോയേ. സ്ട്രെയിറ്റ് ആയിരിക്കണം, ബോഡി ഷെയ്ക്ക് ആവരുത്. സൂപ്പർ വുമൺ പോസ് ഓർമ്മയിൽ വെച്ചേക്കണം. ഒരു കാൽ മാത്രം താഴെ വെച്ച് അവിടെ പോയി തിരിച്ചു വരണം. ഈസിയാണ്. ഓക്കെ ഇല്ലെന്ന് ഹരീഷ് ചോദിക്കെ ഓക്കെ പറഞ്ഞ് നിധിയും വണ്ടി എടുക്കുകയാ. അവൾക്ക് സപ്പോർട്ടിനായി ഹരീഷും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. നിധി തിരികെ എത്തുമ്പോഴേക്കും സൂപ്പർ എന്ന് പറഞ്ഞ് നികേഷും കൈയടിക്കുകയാ. അങ്ങോട്ടെത്തിയ സുധീഷും ആ കാഴ്ച കണ്ട്, എന്താടാ രണ്ടുപേരും കൂടിയാണോ ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും പറയുകയാ, ഞാൻ അവിടം വരെ തനിയെ ഓടിച്ചു വന്നെന്ന്. സുധീഷും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണോ അവിടം വരെ പഠിച്ചത്? ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വണ്ടിയുമായി ഓഫീസിൽ പോകാൻ കഴിഞ്ഞാൽ. ചെറിയ കുട്ടികളെ സൈക്കിൾ പഠിപ്പിക്കുന്ന പോലെയാണല്ലോ ഇവർ പഠിപ്പിക്കുന്നത്. ഇവരെ വിശ്വസിച്ച് നീയും വണ്ടി പഠിക്കാനായി നിൽക്കുന്നു എന്ന് സുധീഷ് അവരെ പരിഹസിക്കേ. സുധീഷേട്ടൻ വണ്ടി പഠിപ്പിച്ച് കൊണ്ടുപോയി തള്ളിയിട്ടത് ഞാനും കണ്ടതാണല്ലോ എന്ന് നികേഷും പറയുന്നു. അതിഷ്ടമാകാതെ സുധീഷും, നിങ്ങൾ രണ്ടുപേരും വേഗം വീട്ടിലേക്ക് വെക്കോ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറയേ. അയ്യോ അത് വേണ്ട, അവര് പഠിപ്പിച്ചു തന്നാ മതി, ഞാൻ അവരുടെ അടുത്തു നിന്നേ പഠിക്കൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല നിധി, ഞാൻ പഠിപ്പിച്ചു തന്നാൽ എന്താ? ഹരീഷിന് കുറെ ജോലിയുള്ളതാ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് അവൻ പറയേ. അത് വേണ്ട, നികേഷ് ഉണ്ടല്ലോ, ഞാൻ പതിയെ പഠിച്ചെടുത്തോളാം, നിങ്ങൾ പോയെന്ന് നിധിയും പറയുകയാ. അതുകൾക്ക് സുധീഷും ടെൻഷനോടെ ചോദിക്കുക, എന്താ നിധി എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ശരി, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ ഓടിക്കെന്ന് പറയേ. നിധിയും പതിയെ വണ്ടി ഓടിച്ചു പോവുകയാ. ആകാംക്ഷയോടെ സുധീഷും നികേഷും ഹരീഷുമെല്ലാം അത് നോക്കി നിൽപ്പാ. അവൾ തിരികെ എത്തുമ്പോഴേക്കും സുധീഷും അവളോടായി ചോദിക്കുന്നുണ്ട്, എന്താ നിധി ഇത്? ആടി ഉലഞ്ഞാണല്ലോ പോകുന്നത്, ഇതാണോ ഇവര് പഠിപ്പിച്ചതെന്ന്. അതുകൾക്ക് നിധിയും പറയുന്നുണ്ട്, സുധീഷ് വരുന്നത് വരെ ഞാൻ നന്നായിട്ടാണല്ലോ ഓടിച്ചത്, സുധീഷ് വന്നപ്പോ തൊട്ടാ ഈ ആടുന്നത്. സുധീഷ് പോയിക്കോ, ഞാൻ പഠിച്ചോളാമെന്ന് നിധി ദേഷ്യത്തോടെ പറയാ. എന്തെങ്കിലും ചെയ്യുന്ന ദേഷ്യത്തോടെ പറഞ്ഞ് സുധീഷും അവിടുന്ന് നടന്നു നീങ്ങുകയാ. പോകുന്നതിനിടയിൽ അവൻ പിറുപിറുക്കുന്നുമുണ്ട്. അവര് പഠിപ്പിച്ചാൽ എല്ലാം ശരിയാവും, ഞാൻ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? നാണമില്ലാതെ വീണ്ടും അവളുടെ പുറകെ പോകുന്നതാ ഇപ്പൊ പ്രശ്നം. എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഹരീഷും നിധിയോടായി പറയുന്നുണ്ട്. എടതി, സുധീഷ് ഏട്ടൻ നന്നായി പഠിപ്പിക്കുമെന്ന്. അതുകൾക്ക് നിധിയും പറയുകയാ, സുധീഷ് പഠിപ്പിക്കണ്ട, സുധീഷ് എന്നെ ഒരുപാട് കളിയാക്കി എന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കും എന്ന് പറയേ. ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് വണ്ടി വാങ്ങിച്ചു തന്നത് തന്നെ സുധീഷ് ഏട്ടനാ. വണ്ടി വന്നോന്ന് ചോദിച്ച് എന്നെ ദിവസവും ശല്യം ചെയ്യുകയായിരുന്നു. ഏടത്തി ഓഫീസിലേക്ക് തനിയെ വണ്ടി ഓടിച്ചു പോകുന്നത് കാണാൻ സുധീഷ് ഏട്ടന് നല്ല ആഗ്രഹമുണ്ടെന്ന്. അതുകൾക്ക് നിധിയും പറയുകയാ, അതെനിക്കറിയാം, എനിക്ക് സുധീഷ് വണ്ടി വാങ്ങിച്ചു തന്നൊക്കെ നല്ല സന്തോഷമാണ്. എനിക്ക് വേണ്ടി സുധീഷ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സുധീഷിന്റെ നാവ് ശരിയല്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി,
അത് വെച്ച് പരിഹസിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഞാൻ നന്നായി ഓടിച്ചതാ. സുധീഷിനെ കണ്ടതും എന്റെ കോൺഫിഡൻസ് പോയി, അതുകൊണ്ടാണ് ഞാൻ സുധീഷിനെ പറഞ്ഞു വിട്ടത്. എന്ന് വെച്ച് സുധീഷിനോട് എനിക്ക് ദേഷ്യമുണ്ടെന്നോ സുധീഷിനെ ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നോ അല്ല എന്ന് പറയേ നികേഷും അവളെ ആശ്വസിപ്പിക്കുക. അത് സാരമില്ല എടുത്തി, നല്ല പോലെ ഓടിക്കാൻ പഠിച്ചിട്ട് സുധീഷേട്ടന്റെ മുന്നിൽ പോയി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നു. നിധിയും ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും നികേഷ് വീണ്ടും അവളോട് വണ്ടി ഓടിക്കാനായി പറയുകയാ. അത് കേൾക്കെ അവളും പതിയെ ആടിയുലഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാ. പിന്നീട് സുധീഷ് ട്രാവൽസിലേക്ക് എത്തുകയാ. ട്രാവൽസിൽ നിന്നും ഒരു ഫ്രണ്ട് ടാക്സിയുമായി പുറത്തേക്ക് പോകെ എവിടെ പോവുകയാണെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവരുടെ ഒരു റെഗുലർ കസ്റ്റമറുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയേ. അത് തന്റെ കസ്റ്റമർ ആണെന്നും താനാണ് സ്ഥിരമായി പിക്ക് ചെയ്യുന്നതെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും സുധീഷിന്റെ കയ്യിൽ ഇപ്പോൾ ലൈസൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും തന്നെ പോണ്ടേ എന്ന് ചോദിച്ചവൻ വണ്ടിയുമെടുത്ത് പോവുകയാ. അവൻ ട്രാവൽസിനകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെയുള്ളൊരു ചേച്ചിയും ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് ഇങ്ങോട്ടൊക്കെ, കുറച്ചുനാള് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന്. അത് കേൾക്കെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളും ചോദിക്കുന്നുണ്ട്, ജോലി പോയോ, എന്തു പറ്റിയെന്ന്. അത് നീ അറിഞ്ഞല്ലേ, സുധീഷ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ ഒരുത്തനെ റോഡിൽ ഇടിച്ചു. പോലീസ് വാണിംഗ് നൽകി 1 മാസം വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞ് ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുക. എന്നാ ചേച്ചി പറയേ, അങ്ങനെയാണോ? എന്താ സുധീഷെ, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ടേ എന്നാ ചേട്ടനും ചോദിക്കുന്നുണ്ട്. അല്ല സുധീഷെ, എന്താ ഇവിടെ വണ്ടി ഓടിക്കാനൊന്നും ഇല്ലല്ലോ എന്നാ ചേച്ചി വീണ്ടും ചോദിക്കും. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ട്രാവൽസാ, വണ്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇവിടേക്ക് വരാം. തോമസ് ചേട്ടനെ കാണാനാ വന്നത്. വരട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാ. അത് കാണെ ആ ചേച്ചിയും പറയുന്നുണ്ട്, ജോലി പോയാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലെന്ന്. അവൻ പുറത്തിറങ്ങിയ തോമസ് ചേട്ടനും അവിടെ ട്രാവൽസിലുള്ള മറ്റു ഡ്രൈവർമാർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽപ്പാ. സുധീഷ് ഇടക്കു കയറി സംസാരിക്കുന്നുണ്ടെങ്കിലും അവനെ അവയോട് ചെയ്ത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. കാറും ചാരി നിൽക്കുന്ന സുധീഷിനോടായി, സുധീഷേ ആ വണ്ടിന്ന് കൈയെടുക്കടാ, ഇപ്പോ അത് തുടച്ച് ക്ലീൻ ആക്കിയതേ ഉള്ളൂ, കയ്യിൽ അഴുക്കെല്ലാം അതിലാക്കാതെ എന്ന് പറയേ. സുധീഷും തോമസ് ചേട്ടന്റെ അരികിലേക്ക് നടന്നു വന്ന്, തോമസ് ചേട്ടാ ഇത്തിരി ഓവറാവുന്നുണ്ട് കേട്ടോ, കണ്ട ഭാവം നടിക്കുന്നില്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നീ കണ്ടില്ലേ, നല്ല ജോലിത്തിരിക്കാണ് ഇവിടെ എന്ന് തോമസ് ചേട്ടൻ പറയേ. തോമസ് ചേട്ടാ ഞാനും ഇതുവരെ ബിസി തന്നെ ആയിരുന്നു, ലൈസൻസ് ഇല്ലാത്തപ്പോ എന്നെ എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നു എന്നവൻ ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല സുധീഷേ, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ ഇവരെല്ലാം ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു കോൾ വരിക. അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് പോകുമ്പോഴേക്കും കൂടെയുള്ളവരും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, എടാ സുധീഷേ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടടാ, എത്ര വർഷമായി വണ്ടി ഓടിക്കുന്നു, ഇത്ര കെയർലെസ് ആണോ വണ്ടി ഓടിക്കേണ്ടത് എന്നൊക്കെ ഉപദേശിക്കേ. എല്ലാം എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട, വാ മൂടി വെക്കുന്ന സുധീഷ് പറയെ അവരവിടുന്ന് പോവുകയാ. കോൾ കഴിഞ്ഞ് തോമസ് ചേട്ടനും സുധീഷിന്റെ അരികിലേക്ക് വന്ന്, പറയടാ സുധീഷേ, കുറച്ചു സമയം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞാ നിന്ന പോരെ, ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞ് ശല്യം ചെയ്യണോ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ. തോമസ് ചേട്ടാ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന സുധീഷും. എന്താടാ ഇപ്പൊ ചെയ്യാ, നിന്റെ കയ്യിൽ ലൈസൻസ് ഇല്ലല്ലോ, ലൈസൻസ് ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, നീ തന്നെ പറ എന്ന് തോമസ് ചേട്ടൻ പറയേ. ആകെ വല്ലാത്ത അവസ്ഥയില്ല തോമസ് ചേട്ടാ, ഇതുവരെയും ഞാൻ എത്ര ബിസിയായിരുന്നു, സുധീഷ് വന്നാലേ ഞാൻ നാട്ടിലേക്ക് പോവോ, സുധീഷ് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ എന്റെ കസ്റ്റമേഴ്സ് വരെ പറഞ്ഞിരുന്നു എന്ന് സുധീഷ് പറയേ. അതേടാ, നീ വണ്ടി ഓടിക്കില്ല എന്ന് വെച്ച് ആരും നാട്ടിലേക്ക് പോവില്ലേ എന്ന് തോമസ് ചേട്ടനും പരിഹസിക്കുന്നുണ്ട്. 1 മാസം നീ ഒന്ന് ക്ഷമിക്ക്, എല്ലാം റെഡിയാക്കാമെന്ന് തോമസ് ചേട്ടൻ പറയുമ്പോഴേക്കും ഒരു ഡ്രൈവർ അങ്ങോട്ട് വന്ന് എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് ചോദിക്കുക. സുധീഷിന്റെ ഒരു റെഗുലർ കസ്റ്റമറുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്യണമെന്ന്. സുധീഷിന്റെ വണ്ടി എടുത്തു പോയിക്കോ എന്നും തോമസ് ചേട്ടൻ പറയും. അതെന്റെ വണ്ടിയല്ലേ സുധീഷേട്ടാ, അതെന്തിനാ കൊടുക്കുന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യാതെ നീ ആ വണ്ടി എടുത്തോ എന്ന് തോമസ് ചേട്ടൻ വീണ്ടും അവനോടായി പറയും. സുധീഷും അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഏയ് അതെന്റെ വണ്ടിയാ, വണ്ടിമേൽ കൈവച്ചാലുണ്ടല്ലോ എന്ന് പറയേ. എടാ സുധീഷേ ഒന്ന് ചുമ്മാതിരിക്കടാ എന്ന് സുധീഷിനോടായി പറഞ്ഞ് ആ വണ്ടി എടുത്തുകൊണ്ട് പോവാനായി പറയുകയാ അവനോട്. അവൻ വണ്ടി എടുക്കാനായി പോകുമ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, എന്താ തോമസ് ചേട്ടാ അതെന്റെ വണ്ടിയല്ലേന്ന്. ഏതാടാ നിന്റെ വണ്ടി, അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് തോമസ് ചേട്ടൻ ചോദിക്കേ. തോമസ് ചേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതൊക്കെ ആയിരിക്കും, ഞാനല്ലേ എപ്പോഴും ആ വണ്ടി ഓടിക്കുന്നത്, ഇതുവരെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആ വണ്ടി ഓടിച്ചിട്ടുണ്ടോ, ഞാൻ ലീവ് ആണെങ്കിൽ പോലും ആ വണ്ടി എന്റെ വീട്ടിലല്ലേ നിർത്തിയിടാറുള്ളൂ, ആ വണ്ടിയിലെ തോമസ് ചേട്ടൻ ഓടിക്കാൻ എടുത്തു കൊടുത്തെന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കേ. 1 ദിവസമോ 2 ദിവസമോ ആയിരുന്നെങ്കിൽ ഓടിക്കാതെ ഇടാമായിരുന്നു, 1 മാസമൊക്കെ എങ്ങനെയാടാ വണ്ടി ഓടിക്കാതിരിക്കുന്നത്, ഇനി 1 മാസം കഴിഞ്ഞ് നിനക്ക് വണ്ടി ഓടിക്കാം, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ പോവാൻ തുടങ്ങുന്നേരം ലൈസൻസ് കിട്ടുന്നത് വരെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ പോയെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും സുധീഷിന്റെ വിളിച്ച് പറയുന്നുണ്ട്, മനസ്സിലായി തോമസ് ചേട്ടാ, നിങ്ങളുടെ മനസ്സിൽ സുധീഷിന് അത്രയ്ക്ക് സ്ഥാനമേ ഉള്ളൂ അല്ലേ, പോയിക്കോ, എന്താ വേണ്ടതെന്ന് ഈ സുധീഷിന് അറിയാമെന്ന് പറഞ്ഞ് സുധീഷും അവിടുന്ന് പോവുകയാ. അവിടെ തളത്തിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക നിധിയും സുഭാഷും ഹരീഷും നികേഷും എല്ലാം. സുധീഷിനെ കാണാഞ്ഞ് സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവൻ വരും മോളെ, ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ വരും, നീ കഴിക്കെന്ന് സുഭാഷേട്ടൻ പറയേ. നിധിയും കഴിച്ചോണ്ടിരിക്കുക.
അതിനിടയിൽ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് നിധിക്ക് വണ്ടി ഇഷ്ടമായോ എന്ന്. വണ്ടി ഇഷ്ടമായി സുഭാഷേട്ടാ. പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടി കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് നിധിയും പറയുകയാണ്. പിന്നീട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിനോടായി വണ്ടിക്ക് എത്ര ക്യാഷായി എന്ന് ചോദിക്കുന്നുണ്ട്. അത് സുധീഷ് ഏട്ടനോട് ചോദിക്കണമെന്ന് ഹരീഷ് പറയേ, ഹരീഷിന്റെ കടയിലല്ലേ വണ്ടി ഉണ്ടായിരുന്നത്, ഹരീഷിന് അറിയാതിരിക്കില്ലല്ലോ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാ മോളെ അറിയുന്നത്, അത് വിട്, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാമെന്ന് സുധീഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും എത്ര ക്യാഷായി പറ സുഭാഷേട്ടാ എന്ന് നിധി വീണ്ടും ചോദിക്കുക. അതെന്തിനാ മോളെ അറിയുന്നത്, ക്യാഷിന്റെ കാര്യം പറഞ്ഞാൽ സുധീഷ് ഞങ്ങളെ വെച്ചേക്കില്ല എന്ന് സുഭാഷേട്ടൻ പറയേ. പാവമാ സുധീഷ്, എനിക്ക് വേണ്ടി നിറയെ ക്യാഷ് ചെലവാക്കുന്നുണ്ടെന്ന് നിധിയും പറയുകയാണ്. അതിനെന്താ മോളെ നീ കഴിക്കെന്ന് സുഭാഷേട്ടൻ പറയേ. നിധി വീണ്ടും കഴിക്കുകയാ. അല്ല സുഭാഷേട്ടൻ എന്താ ഒരു വണ്ടി വാങ്ങിക്കാത്തെന്ന് നിധി ചോദിക്കേ. എനിക്കെന്തിനാ മോളെ വണ്ടി, അതൊന്നും വേണ്ട, അടുത്ത ഈ വീട്ടിലൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അത് നികേഷിന് വാങ്ങണം എന്ന് സുഭാഷ് പറയേ. സുഭാഷേട്ടാ എനിക്ക് ബുള്ളറ്റ് തന്നെ വേണം, ഓർമ്മയിൽ വെച്ചോ എന്ന് നികേഷും പറയുന്നുണ്ട്. വാങ്ങിക്കാമെന്ന് സുഭാഷും ചിരിയോടെ സമ്മതിക്കുകയാണ്. വണ്ടി വാങ്ങിക്കുന്നതൊക്കെ ഈസി തന്നെയാ, പക്ഷേ നീ അതെടുത്ത് എവിടേക്കെങ്കിലും പോയി കളയുമെന്നാ സുഭാഷ് ഏട്ടന്റെ പേടിയെന്ന് ഹരീഷും പറയുന്നുണ്ട്. അല്ലാതെ പിന്നെ വണ്ടി വാങ്ങി വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്ന് നികേഷ് ചോദിക്കേ. സുഭാഷും പറയുന്നുണ്ട് ഇവനെ പോലെയുള്ള ചെറിയ പയ്യന്മാർ റോഡിൽ എത്ര വേഗത്തിലാ വണ്ടി ഓടിക്കുന്നതെന്ന് കണ്ടിട്ടില്ല, അത് കണ്ടാലേ പേടിയാവുമെന്ന്. അത് കേൾക്കാൻ നികേഷും സുഭാഷ് ഏട്ടാ ഞാൻ അത്ര വേഗത്തിലൊന്നും പോവില്ല എന്ന് പറയേ. ശരി നികേഷേ, കുറച്ച് നാൾ കഴിയട്ടെ, നീ പറഞ്ഞതുപോലുള്ളൊരു വണ്ടി വാങ്ങിത്തരാം എന്ന് സുഭാഷ് പറയേ. എപ്പോഴാ സുഭാഷ് ഏട്ടാ വാങ്ങിത്തരുന്നെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത പിറന്നാളിന് വാങ്ങിത്തരാം, അതുപോലെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. നികേഷും സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. അപ്പോഴാണ് സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും കൂട്ടരെയും കണ്ട് സുധീഷ് ടെൻഷനോടെ ഉമ്മറത്തു തന്നെ ഇരിക്കുക. അങ്ങോട്ട് വരുന്ന അച്ഛനും അവനെ കണ്ട് എന്താ സാർ അകത്തേക്കൊന്നും കയറാതെ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിക്കേ. നിങ്ങളും ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് സുധീഷും ചോദിക്കുന്നു. അത് കേൾക്കേ അച്ഛനും പറയുന്നുണ്ട് നടക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ വീട്ടിലെ ആരും നിനക്ക് ഒരു വിലയും തരുന്നില്ല. നിധിക്ക് വണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ പോയപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞു, അത് കേട്ടിട്ടും എല്ലാവരും ഒന്നും മിണ്ടാതെ ഇരുന്നു. അവളുടെ കൂടെ നീ സന്തോഷമായി ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലാത്തതുപോലെ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ. എന്താ ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാനാണോ പരിപാടി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നടക്കുന്നതെല്ലാം ഞാൻ കാണുന്നതല്ലേടാ, അല്ലാതെ ഞാനിവിടെ കണ്ണുകെട്ടിയിരിക്കുകയൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ നീ നോക്കിയേ, നിന്റെ ചേട്ടൻ നീ വരാതെ കഴിക്കാറില്ലായിരുന്നു, ഇപ്പൊ നീ വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ, അവർ സന്തോഷത്തോടെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ. നിന്റെ ജോലി വരെ പോയല്ലേ, നിന്റെ ഭാര്യ പോലും നിനക്കൊരു വില തരുന്നില്ല, അവള് നിന്റെ ഭാര്യയാണോന്ന് നിനക്ക് വരെ അറിയില്ല. നല്ല കഷ്ടത്തിലാണ് നിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ കാര്യമോർത്താ എനിക്ക് തന്നെ സഹതാപം തോന്നുക എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ പുറത്തിരുന്നിട്ട് സമാധാനമില്ലാഞ്ഞിട്ടാ വീട്ടിലേക്ക് വന്നത്, ഇവിടെ അതിനേക്കാൾ വലിയ സമാധാനക്കേട് എന്ന് പറയേ. നീ വിഷമിക്കുകയേ വേണ്ട, എന്നെ എങ്ങനെയാണോ അവരെ വീട്ടിൽ നിന്ന് തുരത്തിവിട്ടത് അതുപോലെ നിന്നെയും ഒരു ദിവസം അവർ ഒഴിവാക്കും. ഞാൻ ഈ വരാന്തയിലെ ഈ സൈഡിൽ കട്ടിലിൽ കിടക്കുന്നത് പോലെ നീയും ഈ വരാന്തയിലെ ആ സൈഡിൽ കട്ടിലും ഇട്ട് കിടക്കും, അങ്ങനെ നിന്റെ ജീവിതം തീരും. പെണ്ണുങ്ങളില്ലാത്ത വീടെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു പെണ്ണ് കയറി വന്നപ്പോ അവർക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. അവള് നിന്റെ ഭാര്യയാണെന്നൊരു വിചാരം പോലും അവർക്കില്ലേ. അവളോടുള്ള അവരുടെ പെരുമാറ്റം കണ്ട കൂടെ പിറക്കാതെ പോയ സഹോദരിയെ ദത്തെടുത്തതുപോലെയാണല്ലോ. നീ മാത്രമാണ് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതെന്നൊരു ചിന്തയിൽ ജീവിക്കുന്നത്, അവർക്കാർക്കും അങ്ങനെയൊരു ചിന്തയേ ഇല്ല എന്നച്ഛൻ പറയുന്നത് സഹിക്കാനാവാതെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയും കൂട്ടരെയും ഒരു നിമിഷം ദേഷ്യത്തോടെ നോക്കി നിന്ന് സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.